ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2026 റിലീസായ സൈറൻസ് കിസ് എന്ന കൊറിയൻ റൊമാൻറ്റിക് മിസ്റ്റീരിയസ് ത്രില്ലർ സീരീസിലെ എപ്പിസോഡ് 9 ആണ്. മുന്നേയുള്ള എപ്പിസോഡുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ലൂക്ക് മരിച്ചു കിടക്കുന്നതിന്റെ തൊട്ടടുത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ഹാൻ ജോ വരുമ്പോൾ എഴുന്നേൽക്കുകയും അങ്ങോട്ടേക്ക് അപ്പോൾ വന്ന വൂസോക്കിനെ കാണുകയും ചെയ്യുന്നു. എന്തോ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചതുപോലെ ഹാൻ ജോ ഹാൻസ് പറഞ്ഞപ്പോഴും മുന്നോട്ടേക്ക് തന്നെ വന്നു. മുന്നോട്ടേക്ക് പോകരുതെന്ന് വൂസോക്ക് വിളിക്കുന്നുണ്ടെങ്കിലും മരിക്കാൻ തയ്യാറായി അവൾ മുന്നോട്ടേക്ക് തന്നെ നടന്നു. തോക്കുമായി നിന്ന ജോ ഹാൻ അടുത്തേക്ക് വരികയാണെന്ന് കണ്ടതും ഷൂട്ട് ചെയ്തു. പക്ഷെ വൂസോക്ക് ഹാനിനെ പിടിച്ചു മാറ്റുകയും അവന്റെ കയ്യിൽ പരിക്കു പറ്റുകയും ചെയ്യുന്നു. വെടിവെച്ച ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടിവരുന്ന പോസോങ്ങും മറ്റു പോലീസുകാരും അത് കണ്ട് ഞെട്ടുകയും അതിലൊരാൾ ലൂക്കിന്റെ ഡെത്ത് കൺഫേം ആക്കുകയും ചെയ്തു. അവളെ അറസ്റ്റ് ചെയ്യാനായി ചെല്ലുമ്പോൾ വൂസോക്ക് സമ്മതിക്കുന്നില്ല. അവനെ ബലമായി പിടിച്ചുമാറ്റി നിർവികാരയായി നിൽക്കുന്ന ഹാനിനെ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ലൂക്കിന്റെ വീട് ഫോറൻസിക് ടീം വന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. കൈ കെട്ടിവെച്ച് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന വൂസോക്ക് ലൂക്കിന്റെ വീടിനുള്ളിലേക്ക് കയറി പോകുന്നു. രക്തക്കറ കാണുമ്പോൾ ലൂക്കിനെ കൊല്ലാൻ ഉപയോഗിച്ച വെപ്പൺ ടോങ് വീടിനകത്തുള്ളത് തന്നെ ആയിരുന്നുവെന്നും വീടിനകത്ത് വെച്ച് മൽപ്പിടുത്തം നടന്നുവെന്നും മനസ്സിലാക്കുന്നു. ഇതേസമയം ഹാനിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ജോയെയും ഓഫീസറെയും അവർ എന്തൊക്കെ ചോദിച്ചിട്ടും ഹാൻ ഒന്നിനും മറുപടി നൽകിയില്ല. ഇതേസമയം ലൂക്കിന്റെ വീട് സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന വൂസോക്കിന് ഡോറിലെ ഫിംഗർ പ്രിന്റും പവർ ആരോ മനഃപൂർവ്വം കട്ട് ചെയ്തതാണെന്നും മനസ്സിലാകുന്നു. അപ്പോൾ ഇവിടെ മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നുവെന്നും ലൂക്ക് മരിച്ച സ്ഥലത്ത് വന്ന് അവിടെ ചുറ്റും നോക്കിയപ്പോൾ കാടിനുള്ളിലേക്ക് രക്ഷപ്പെട്ടു പോയതായിരിക്കാം എന്നും കരുതി അവനും ആ റൂട്ട് വഴി പോയി നോക്കുന്നു. അങ്ങനെ കുറെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ചെളിയിൽ ഷൂവിന്റെ കാൽപ്പാടും തൊട്ടരികിൽ തന്നെ മരത്തിൽ രക്തക്കറയും കാണുമ്പോൾ സസ്പെക്ട് ഇതുവഴിയാണ് ഓടിയതെന്ന് അവൻ ഉറപ്പിക്കുന്നു. അതായത് അയാൾ പോയപ്പോൾ ചെളിയിൽ സ്ലിപ്പ് ആവുകയും സപ്പോർട്ടിനായി മരത്തിൽ പിടിച്ചതും ആകാമെന്ന് അവൻ മനസ്സിലാക്കുന്നു. അവിടുന്ന് ഓടി കാടിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു റോഡിലാണ് അവൻ എത്തുന്നത്. അപ്പോൾ സസ്പെക്ട് കൊലപാതകം ചെയ്ത് കാടിനുള്ളിലൂടെ ഓടി ഇതുവഴി രക്ഷപ്പെട്ടതാണെന്ന് അവൻ ഉറപ്പിക്കുന്നു. പിറ്റേന്ന് ആ വാർത്ത അറിഞ്ഞ് മാനേജർ ചേർക്കിമിനോട് ഹാൻ ഒരു VIP ആണ് കൊന്നത്, അവളെ ഉടൻ തന്നെ പുറത്താക്കാൻ പറയുമ്പോൾ ഇപ്പോൾ അതല്ല കാര്യം, ഓപ്ഷൻ ഹിസ്റ്ററിയിൽ തന്നെ വളരെ വിലപ്പെട്ട സ്റ്റില്ലറിന്റെ ഓണറാണ് ഇപ്പോൾ മരിച്ചതെന്നും അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ കിട്ടില്ല എന്നുമുള്ള ടെൻഷനാണ് ചേർക്കിമിന്. വക്കീലിനെ വിളിക്കാനും മാനേജറോട് അവർ പറയുന്നുണ്ട്. ഹോങ്ജിയും യുൻഹോക്കും രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഫുഡുമായി ചെല്ലുന്നുണ്ടെങ്കിലും ഹാൻ ഒന്നും കഴിക്കാനോ അവരോട് മിണ്ടാനോ കൂട്ടാക്കാത്ത കാരണം വിഷമിച്ച് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് വരികയാണ് അവർ. അപ്പോഴേക്കും വൂസോക്ക് പോസോങ്ങിന്റെ അടുത്തേക്ക് വരികയും ഇന്നലെ ലൂക്കല്ല മരിച്ചത്, അത് യഥാർത്ഥത്തിൽ സൂഹോ തന്നെ ആയിരുന്നു എന്നുള്ള DNA റിപ്പോർട്ട് അവർക്ക് നൽകുമ്പോൾ അവർ അത് ആദ്യം വിശ്വസിക്കുന്നില്ല. നിനക്ക് ഇക്കാര്യം എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ഐറിസ് വെച്ചിട്ടാണെന്നും ഒരാൾക്ക് അവരുടെ മുഖം മാറ്റാൻ കഴിയുമെങ്കിലും ഒരാളുടെ ഐറിസ് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കാരണമാണ് DNA ടെസ്റ്റ് നടത്തി കൺഫേം ചെയ്തതെന്നും പോരാത്തതിന് ഇന്നലെ ക്രൈം സീനിൽ മൂന്നാമതൊരാളുണ്ടായിരുന്നു. ഞാൻ ഇത്രയും നാൾ ശേഖരിച്ച എല്ലാ തെളിവുകളും തരാമെന്നും എനിക്ക് ഒരു ഫേവർ മാത്രം ചെയ്താൽ മതിയെന്നും പറഞ്ഞ് എനിക്ക് ഹാനിനെ പേഴ്സണലായി ഒന്ന് കാണണമെന്ന് വൂസോക്ക് ആവശ്യപ്പെടുന്നു. പിന്നീട് ഓട്ടോപ്സി റിപ്പോർട്ട് നോക്കി ഹാർട്ടിലാണ് വെപ്പൺ കുത്തിക്കയറിയതെന്നും അതുകൊണ്ട് തന്നെ ലൂക്കിന് ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ലായിരുന്നുവെന്നും കുത്തിയതിന്റെ ഫോഴ്സ് വെച്ച് അത് മെയിലായിരിക്കുമെന്നും അവർ കൺഫേം ചെയ്യുന്നു. അപ്പോൾ ഹാൻ ഉപേക്ഷിച്ചത് കാരണം സൂഹോ ലൂക്കായി വന്നതാണല്ലേ എന്ന കൺഫ്യൂഷനിൽ പോസോങ് പറയുമ്പോൾ ആയിരിക്കാം, അവൻ തന്നെ ആയിരിക്കാം മറ്റ് 2 ഹാനിന്റെ കാമുകന്മാരെയും കൊന്നതെന്നും ജൂനിയർ ഓഫീസർ പറയുന്നു. അങ്ങനെ വൂസോക്കിന് ഹാനിനെ കാണാൻ അവസരം കിട്ടുകയും അവൻ അവളോട് നീ നന്നായി ഉറങ്ങിയോ എന്നും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അവൾ ഒന്നും മിണ്ടുന്നില്ല. അവന്റെ കയ്യിലെ മുറിവുകൾ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൈ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതൊരു ചെറിയ മുറിവാണെന്ന് അവൻ പറയുന്നത് കേട്ട് നീ ഇപ്പോൾ ഇങ്ങോട്ടല്ല വരേണ്ടത്, ഹോസ്പിറ്റലിലേക്കാണെന്ന് അവൾ പറയുമ്പോൾ ഇന്നലെ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ അലർജിക് റിയാക്ഷൻ വന്ന അവൻ വീണപ്പോഴേ നിനക്കത് ലൂക്കല്ല, അത് സൂഹോ ആണെന്ന് മനസ്സിലായി അല്ലേ? ഞാൻ DNA ടെസ്റ്റിന് പോയപ്പോൾ അവൻ നിന്നെ വില്ലയിലേക്ക് കൊണ്ടുപോയി. ശേഷം അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നില്ലേ? അവർ കൊല്ലുന്നത് നീ കണ്ടിരുന്നോ എന്നും അവൻ ചോദിക്കുമ്പോൾ അത് കേട്ട് ഹാൻ അവളുടെ 3 കാമുകന്മാരും മരിച്ചു കിടന്നതോർത്ത് അവൾ അവനോട് അടുത്ത ടാർഗറ്റ് നീയാണെങ്കിലോ? എന്റെ പാരന്റ്സിനെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ടും നീ വിശ്വസിച്ചില്ല. ഞാൻ അവരിൽ നിന്നും ഇൻഷുറൻസ് തുക തട്ടാനായി അങ്ങനെ ചെയ്തതാണ്.
എന്റെ ബോയ് ഫ്രണ്ട്സിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. അടുത്തത് നീയാണെന്നും പറയുമ്പോൾ നീ കള്ളം പറയുകയാണെന്ന് അവൻ തിരിച്ചു പറയുന്നു. അപ്പോൾ അവൾ ഇട്ടിരുന്ന അവളുടെ കോട്ട് മാറ്റുകയും പണ്ട് അയൺ ബോക്സ് വെച്ച പാട് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്റെ കാമുകന്മാരെയും ഞാൻ ഇത് കാണിച്ച് എന്റെ പാരന്റ്സിന്റെ ഫയർ ആക്സിഡന്റും ഇൻഷുറൻസ് തുക എടുത്തതിന്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് എന്നോട് സഹതാപം തോന്നി. അങ്ങനെ അവർ എല്ലാവരും എന്റെ പേരിൽ ഇൻഷുറൻസ് തുക എടുക്കുകയായിരുന്നു. സോ എന്റെ അടുത്തു നിന്നും അകന്നു നിൽക്കുന്നതാണ് നിനക്കും നല്ലതെന്ന് പറയുമ്പോൾ അവൻ അവളുടെ അടുത്ത് എഴുന്നേറ്റ് വന്ന് അവളുടെ ഡ്രസ്സ് ശരിയാക്കി ഇടുകയും നിനക്ക് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയാണ്. നീ ഇത്രയും ദൂരം ഒരുപാട് വേദനകളും യാതനകളും സഹിച്ചല്ലേ എത്തിയത്. നീ ഒരിക്കലും ഒരു കുറ്റവാളിയല്ല, ഒരു സർവൈവർ ആണെന്നും അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും ഇങ്ങനെ കള്ളം പറയരുതെന്നും നടന്നത് എന്താണെന്ന് പറഞ്ഞ് സത്യം പുറത്തു കൊണ്ടുവരണമെന്നും അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നും വൂസോക്ക് പറയുമ്പോൾ നീ പേടിക്കണ്ട, ഈ സമയവും ഞാൻ അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് വൂസോക്കിനെ അവിടെ നിന്നും കൊണ്ടുപോകാൻ ഹാൻ ഓഫീസറോട് പറയുന്നു. പുറത്തേക്ക് ഇറങ്ങി വരുന്ന വൂസോക്കിനെയും കാത്ത് ജോ നിൽക്കുകയും അവളോട് നീ സംസാരിച്ചാൽ എന്തെങ്കിലും തുമ്പ് കിട്ടും എന്നാണ് കരുതിയതെന്നും അവൾ പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞതെല്ലാം എന്നെ ഇതിൽ നിന്നും ഒഴിവാക്കാനാണെന്ന് വൂസോക്ക് പറയുന്നത് കേട്ട് അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ജോ അവനോട് തട്ടിക്കയറുമ്പോഴാണ് റോയൽ ഓപ്ഷൻ കമ്പനിയുടെ വക്കീൽ അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ വക്കീൽ ഹാനിനോട് സംസാരിക്കുകയും കിമ്മിന്റെ മരണത്തിൽ തന്നെ കമ്പനിയിൽ വലിയ നാണക്കേടുണ്ടായി ഇപ്പോൾ ഒരു ക്ലയന്റ് മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് ലെറ്റർ നൽകുമ്പോൾ അവൾ അത് വലിച്ചു കീറുന്നു. ശേഷം കമ്പനിക്ക് ഒരു മോശവും ഞാൻ ഉണ്ടാക്കില്ല, ഞാൻ ഉടൻ തന്നെ പുറത്തിറങ്ങും എന്നും അവൾ പറയുന്നു. പിന്നീട് വക്കീലിന്റെ സാന്നിധ്യത്തിൽ ജോ ഹാനിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. താൻ സുഹോയാണെന്നും നിന്നെ എനിക്ക് വേണമെന്നും പറഞ്ഞ് ലൂക്ക് അവളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചുവെന്നും അവൾ അവനെ തള്ളി മാറ്റുകയും ഞാൻ എന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായി അവിടെ ഉണ്ടായിരുന്ന ടോങ് എടുത്ത് അവന് നേരെ നീട്ടിയെന്നും പെട്ടെന്ന് തന്നെ പവർ കട്ട് ഉണ്ടാകുകയായിരുന്നു. എന്നെ പിടിച്ചു തള്ളി ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ടേക്ക് പോവുകയും ഈ സമയം രക്ഷപ്പെടാനായി ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ കണ്ടത് അയാൾ കുത്തേറ്റു കിടക്കുകയും ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ബ്ലീഡിംഗ് നിർത്താൻ ഞാൻ പിടിക്കുകയും അപ്പോൾ തന്നെ അയാൾ മരണപ്പെടുകയും ആയിരുന്നു എന്ന് ഹാൻ മൊഴി കൊടുക്കുന്നു. ഇതൊക്കെ കേട്ടിരുന്ന ജൂനിയർ പോലീസ് ഓഫീസർ ഓട്ടോപ്സി റിപ്പോർട്ടിലും അവിടെ പ്രഷർ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹാൻ പറയുന്നത് ചിലപ്പോൾ സത്യമായിരിക്കുമെന്നും ഓഫീസറോട് പറയുന്നു. ഇതൊക്കെ കേട്ടിരുന്ന ജോ അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് അവിടെ നിങ്ങളെ കൂടാതെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്നാണോ, അയാളാണ് കൊലപാതകി എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് ഇതൊക്കെ പോലീസ് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഫോറൻസിക് ടീമിന്റെ കോൾ വരികയും ഇന്നലെ മരിച്ച സുഹോയുടെ ബ്ലഡ് തന്നെ ആയിരുന്നു ആ മരത്തിൽ നിന്നും കിട്ടിയതെന്നും വൂസോക്കിനോട് അയാൾ പറയുന്നു. അങ്ങനെ പുറത്തേക്ക് വരുന്ന പോസോങ്ങിനെ വൂസോക്ക് പിടിച്ചു നിർത്തുകയും ഹാൻ കുറ്റവാളിയല്ല എന്നറിഞ്ഞിട്ടും എന്തിനാണ് അവളെ പിടിച്ചു വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നാലും ഇപ്പോഴും സംശയത്തിന് നേരിലാണെന്നും പ്രൊസീജിയറൊക്കെ കഴിഞ്ഞാൽ പുറത്തേക്ക് വിടാമെന്നും പറയുമ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ആദ്യം ലൂക്ക് സൂഹോ ആണെന്ന് കണ്ടുപിടിക്കാനായി അലർജി ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്ത ആൾ ആരാണെന്ന് കണ്ടുപിടിക്കും. അവനന്ന് ഷാമ്പയിൻ കുടിച്ചപ്പോഴാണ് തളർന്നു വീഴുന്നതും അപ്പോൾ അതിലെന്തോ കലർത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിലത് ഹാൻ ആയിക്കൂടെ എന്ന് ഓഫീസർ ചോദിക്കുമ്പോൾ അല്ല, ഞങ്ങൾ അവൻ്റെ DNA സാമ്പിൾ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും പക്ഷേ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും അത് സൂഹോ ആയിരിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. വൂസോക്ക് രാത്രിയായിട്ട് പോലും തന്റെ വീട്ടിൽ പോകാതെ പോലീസ് സ്റ്റേഷന് വെളിയിൽ അവളെയും കാത്തിരുന്നു. പിറ്റേന്ന് ഹാൻ പുറത്തിറങ്ങുന്നു. അങ്ങനെ പോകാൻ തുടങ്ങുന്ന ഹാനിനോട് ജോ വൂസോക്കിനെ ഇനിയും ഇതിലേക്ക് വലിച്ചിടരുതെന്ന് ഓർമ്മിപ്പിക്കാൻ മറക്കുന്നില്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ ഹാനിനെയും കാത്ത് വൂസോക്ക് നിൽക്കുകയും എന്നെ നിന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ പറഞ്ഞതുപോലെ കള്ളം പറയരുതെന്നും നീ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആയിരിക്കണം ആദ്യം ശ്രമിക്കേണ്ടതെന്നും പറയുമ്പോൾ എന്നെ അങ്ങനെ ഒരു സ്റ്റേജിൽ കണ്ടിട്ട് പോലും നിനക്ക് എന്നെ ഒരു തരി സംശയമില്ല എന്ന് അവൾ ചോദിക്കുമ്പോൾ സംഭവ സ്ഥലത്ത് ഓരോ ഇഞ്ചും അരിച്ചു പിറക്കി ഒരു ഭ്രാന്തനെ പോലെ ഞാൻ തെളിവുകൾ അന്വേഷിക്കുകയായിരുന്നു. കാരണം ഒരൊറ്റ തെളിവ് പോലും നിനക്കെതിരായി ഉണ്ടാകരുതെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥനയെന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നുവെങ്കിലും ഞാനത് ആരും അറിയാതെ നശിപ്പിച്ചേനെ. നീ ഇനി അവനെ കൊന്നിരുന്നെങ്കിൽ പോലും ഞാൻ നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നേനെ എന്നും അവൻ പറയുന്നു. നീ ഞാൻ കാരണം നശിച്ചു പോയെന്ന് അവൾ പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നേരം ആഹാരമൊന്നും കഴിക്കാതിരുന്ന ഹാൻ തല കറങ്ങി വീഴുന്നു. അവൻ അങ്ങനെ അവളെയും കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്ക് വന്ന യുൻഹോക്ക് കാണുന്നുണ്ട്.
പിന്നീട് വൂസോക്കിന്റെ വീട്ടിൽ നിന്നും ഉറക്കമുണർന്ന് ഹാൻ പുറത്തേക്ക് വരുമ്പോൾ വൂസോക്ക് അവൾക്കായി ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു. അവൾ പോകാൻ തുടങ്ങിയപ്പോൾ എന്തേലും ഒന്ന് കഴിച്ചിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ച് അവൻ അവളെ നിർബന്ധിപ്പിച്ച് ആഹാരം കഴിപ്പിക്കുന്നു. പിന്നീട് ഹോങ്ജിയുടെ ബാറിലിരിക്കുന്ന യുൻഹോക്കിനോട് അവൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയല്ലോ, അത് തന്നെ സമാധാനമായെന്നും അവളുടെ ചുറ്റുമുള്ള എല്ലാ ആണുങ്ങളും ഇങ്ങനെ ആയിപ്പോയത് എന്തുകൊണ്ടാണെന്നും ഇവർക്കൊക്കെ അലർജി ഉണ്ടല്ലോ എന്നും ഹോങ്ജി പറയുമ്പോൾ അത് മനസ്സിലാകാതെ എന്ത് അലർജി എന്ന് യുൻഹോക്ക് ചോദിക്കുമ്പോൾ ആദ്യ കാമുകൻ സൂഹോ പണ്ടൊരിക്കൽ ഹാനിന്റെ പിറന്നാളിന് നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുന്ന നേരം പെട്ടെന്ന് പാനിക്കായി, അയാൾക്കും പീനട്ട് അലർജി ആയിരുന്നു എന്നും അന്ന് ഹാനാണ് അവനെ ഇഞ്ചക്ട് ചെയ്ത് ഓക്കെ ആക്കിയതെന്നും പറയുമ്പോൾ എനിക്കതൊന്നും ഓർമ്മയില്ലെന്ന് യുൻഹോക്ക് പറയുന്നു. ഫുഡ് കഴിച്ച് പോകാൻ നിൽക്കുന്ന ഹാനിനെ അവൻ അവിടെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ അവിടെ നിന്നും പോകുന്നു. പുറത്തേക്കിറങ്ങുന്ന അവളോട് ലൂക്കിനെ കൊന്ന കൊലയാളി ഇപ്പോഴും പുറത്തു തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ അയാൾ എന്നെയല്ല നിന്നെ ആയിരിക്കും ഉപദ്രവിക്കുക എന്നും അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു. പിറ്റേന്ന് ഓഫീസിലെത്തുന്ന ഹാൻ അസിസ്റ്റന്റ് സിയെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചേർക്കെമ്മിന്റെ റൂമിലാണെന്നും അവിടെയുള്ള മറ്റൊരു സ്റ്റാഫ് യൂൺ പറയുന്നു. ചേർക്കെമ്മിനെ കാണാൻ പോകുന്ന ഹാനിനെ അവർ കണ്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഞാൻ വ്യാജ അഴിമതി ചെയ്തു എന്നും പറഞ്ഞ് എന്നെ ഇവിടുന്ന് പുറത്താക്കുകയും ചെയർമാൻ എന്നെ വിശ്വസിക്കാതെയും വന്നു. അതുകൊണ്ടാണ് പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ഈ കമ്പനിയിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ എനിക്ക് ഈ കമ്പനി മുഴുവനായി തന്നെ വാങ്ങാൻ കഴിഞ്ഞതെന്നും ഈ ലോകം താഴ്ചകളും ഉയർച്ചകളും നിറഞ്ഞതാണെന്നും അവളോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് മാനേജർ സിയെയുമായി അങ്ങോട്ടേക്ക് വരുന്നത്. ഇതൊക്കെ ഒന്ന് ആറി തണുക്കുന്നത് വരെ ബുസാനിലെ ബ്രാഞ്ചിലേക്ക് മാറാൻ പറയുകയും അടുത്ത ഓപ്ഷനിൽ ചീഫ് ഓപ്ഷണറായി സിയെ തീരുമാനിച്ചിരിക്കുന്നുവെന്നും ചെയർക്കും ഹാനിനോടായി പറയുന്നു. പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഹാനിനെ സിയ വന്ന് കാണുകയും ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഈ സ്ഥാനം തട്ടിയെടുക്കാൻ നോക്കിയിട്ടില്ല എന്നും തന്നോട് ക്ഷമിക്കണം എന്നും പറയുമ്പോൾ ഇങ്ങനത്തെ അവസരങ്ങൾ മുതലാക്കാൻ വേണം നമ്മൾ പഠിക്കാനെന്നും അവസാനമായി ഈ ലേലത്തിൽ ഞാൻ നിന്നെ അസിസ്റ്റ് ചെയ്യാം എന്നും അവൾ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഹാക്കർ അങ്ങനെ ഹ്യുൻസുവിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് കണ്ടെത്തുകയും അവന്റെ ഇപ്പോഴുള്ള അഡ്രസ് എല്ലാം വൂസോക്കിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓഫീസിലിരുന്ന് ചേർക്കിമിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് യുൻഹോക്ക് അങ്ങോട്ടേക്ക് ഹാനിനെ ബുസാനിലേക്ക് സ്ഥലം മാറ്റിയെന്നറിഞ്ഞ് അവളെ കാണാൻ എത്തുന്നത്. എനിക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് ഹാൻ അവിടെ നിന്നും എങ്ങോട്ടേക്കോ പോകുന്നു. ഹാൻ നേരെ വരുന്നത് ഹ്യുൻസുവിന്റെ പാരന്റ്സ് നടത്തിയിരുന്ന ആ ഫ്രൂട്ട് ഷോപ്പിലേക്കാണ്. അവൾ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ യുൻഹോക്ക് അങ്ങോട്ടേക്ക് വരികയും നീ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് കണ്ട് ഞാൻ ഫോളോ ചെയ്ത് വന്നതാണ്, നീ എന്താണ് ഈ ഷോപ്പിന് മുന്നിൽ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ നടന്ന കാര്യങ്ങൾ പറയുന്നു. തമിങ് ആക്സിഡന്റിൽ കത്തി നശിച്ച പെയിന്റിംഗ് യഥാർത്ഥത്തിൽ ചേർക്കിമിന്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും, അങ്ങനെ അതന്വേഷിച്ച് വന്നതാണെന്ന് അവൾ പറയുന്നു. അങ്ങനെ അവനും അവളെ സഹായിക്കാമെന്ന് വാക്കു കൊടുക്കുന്നുണ്ട്. ഇതേസമയം പോലീസ് സ്റ്റേഷനിൽ എല്ലാ സ്ഥലവും അന്വേഷിച്ചു. അതിലൊന്നിലും സോങ്സിൻ മരിക്കുന്ന സ്ഥലത്ത് പോലും ലൂക്കില്ലായിരുന്നു. അതുപോലെ തന്നെ കിമ്യൂൻജെ മരിക്കുന്നതിന് മുന്നേയും അയാൾ പാർട്ടിയിൽ നിന്ന് പോയിരുന്നുവെന്നും അപ്പോൾ ഹാനിന്റെ ബോയ് ഫ്രണ്ട്സിനെ കൊന്നത് അവനല്ലായിരുന്നുവെന്നും അവനും ഇതിലൊരു വിക്ടിമാണെന്നും അവർ മനസ്സിലാക്കുന്നു. അന്ന് ഷാമ്പയിനിൽ പീനട്ട് പൗഡർ മിക്സ് ചെയ്തത് ആരാണെന്നും അതവിടെ സപ്ലൈ ചെയ്തതും സെർവ് ചെയ്തതുമായ എല്ലാ ആൾക്കാരെയും ക്വസ്റ്റ്യൻ ചെയ്യണമെന്നും ഓഫീസർ നിർദ്ദേശിക്കുന്നു. അതുപ്രകാരം യുൻഹോയെ ചോദ്യം ചെയ്യുകയും ഷാമ്പയിൻ കുടിച്ച് തളർന്നു വീഴുന്ന ലൂക്കിന്റെ CCTV ദൃശ്യങ്ങൾ യുൻഹോയ്ക്ക് ഓഫീസർ കാണിച്ചു കൊടുക്കുന്നു. നിങ്ങളാണോ അത് സെർവ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് തന്റെ ജോലിയായിരുന്നുവെന്നും അത് താൻ സെർവ് ചെയ്തതാണെന്നും അവൾ പറയുന്നു. പക്ഷെ അതിൽ പീനട്ടിന്റെ മിക്സ് ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത് കേട്ട് ജോ ലൂക്ക് എന്ന ഹാനിനെയും കൂട്ടി കമ്പനിയിൽ നിന്നും പോകുമ്പോൾ യുൻഹോ അവരെ പിന്തുടർന്ന CCTV ദൃശ്യങ്ങൾ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ വൂസോക്ക് ഹ്യുൻസു ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സ് കിട്ടിയത് പ്രകാരം അങ്ങോട്ട് ചെല്ലുകയും അവന്റെ റൂമിലെത്തുമ്പോൾ വെളിയിൽ ട്രക്ക് ഡ്രൈവർ സിയൂളിൽ വന്ന പാഴ്സൽ ഇരിക്കുന്നതും കണ്ട് അവൻ അതിന്റെ ഫോട്ടോ എടുക്കുന്നു. പിന്നെ പോകാനായി ലിഫ്റ്റിനടുത്തേക്ക് വരുമ്പോഴാണ് ഹ്യുൻസു അങ്ങോട്ടേക്ക് എത്തുന്നത്. ഹ്യുൻസു മുകളിലേക്ക് ലിഫ്റ്റിൽ വരുമ്പോൾ വൂസോക്ക് താഴേക്ക് പോകാൻ ലിഫ്റ്റിന് മുന്നിൽ വെയിറ്റ് ചെയ്യുന്നതും ലിഫ്റ്റ് തുറക്കുമ്പോൾ തന്നെ ഹാൻ വന്നവനെ പെട്ടെന്ന് പിടിച്ചു മാറ്റുന്നതും കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രണ്ട്സ്.